ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ജൂൺ 26, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണിന്ന്. ലഹരി എന്ന വൻ വിപത്ത് വളരെ വേഗത്തിൽ ആളുകളിലേക്ക്, യുവാക്കളിലേക്ക്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിലേക്കൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ദുരന്തം സമീപ ഭാവിയിൽ സംഭവിച്ചേക്കാമെന്ന പഠനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്നലെ മാത്രം വന്ന 2-3 വാർത്തകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പെരുമ്പാവൂരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ താഴെ നിലയിൽ, പോലീസ് ഉദ്യോഗസ്ഥൻ 10ാമത്തെ നിലയോ മറ്റോ ആണ് താമസിക്കുന്നത്, 6ാമത്തെ നിലയിൽ താമസിക്കുന്ന ഒരു യുവാവ് ഈ ലഹരി കച്ചവടം അവിടെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 17 കോടിയോളം രൂപ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലത്തെ വാർത്തയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തൊട്ടടുത്ത് താമസിക്കുമ്പോൾ പരിശോധന ഉണ്ടാവില്ല എന്ന ധാരണയാവാം. ത്രില്ലർ സിനിമകളിലൊക്കെ കാണുന്നത് പോലുള്ള സംഭവങ്ങൾ യാഥാർത്ഥ്യമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ഇന്നലെ തന്നെ വന്ന മറ്റൊരു വാർത്തയാണ്. മിഠായിക്കട, ഒരു മിഠായി വിൽക്കുന്ന സ്ഥാപനത്തിന്റെ മറവിൽ മിഠായി പൊതികളിൽ വളരെ നേർത്ത രീതിയിൽ പുകയില ഉൾപ്പെടുന്ന ഒരുതരം ലഹരി പദാർത്ഥം പാക്ക് ചെയ്തുകൊണ്ട്, കൂൾ എന്നാണ് അതിന് വിദ്യാർത്ഥിനികൾ വിളിക്കുന്ന പേര്. കൂൾ, എൻട്രി ലെവൽ ഡ്രഗ് എന്നാണ് അത് അറിയപ്പെടുന്നത്. തുടക്കമാണ്. ആളുകൾ ഡ്രഗ് അഡിക്ഷൻ, ലഹരിയിലേക്ക് പോകാനുള്ള തുടക്കമെന്ന രീതിയിൽ മിഠായി പോലെ വാങ്ങി ചുണ്ടിന്റെയും നാവിന്റെയും ഒക്കെ ഇടയിൽ വെച്ച് ആസ്വദിക്കുന്ന, രുചിക്കുന്ന അവസ്ഥ അവരെ പിടികൂടിയിരിക്കുന്നു. ഏതാണ്ട് വളരെയധികം ഈ വസ്തുക്കൾ പിടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി താൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലിൽ കൊണ്ടുപോകുന്നത് ചാരായമാണ്. എന്നിട്ട് 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികൾക്കത് വിൽക്കുകയാണ്. പിടിക്കപ്പെട്ടപ്പോ ഈ ചെക്കന്റെ 2ാമത്തെ അച്ഛൻ ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരോധിക്കപ്പെട്ട ചാരായം ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വിറ്റ് അഴിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര ഗൗരവതരമാണ് ആ വിഷയമെന്ന്. 28 ലിറ്ററോളം ചാരായമാണ് അന്വേഷണത്തിൽ പിടിക്കപ്പെട്ടത്. ഇങ്ങനെ ഒരുപാട് കേസുകൾ. 3 സ്ത്രീകളെ ഇന്നലെ പിടിച്ചു. അവർ വീട്ടിൽ കഞ്ചാവ് വളർത്തുകയാണ്. 3 പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണവർ. അവർ കഞ്ചാവ് നിരന്തരം ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറയുന്നു. ഇതൊക്കെ നിത്യമായ സംഭവമായി, നിത്യവാർത്തകളായി നമുക്കിടയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രമേൽ ഗൗരവതരമായ രീതിയിൽ ലഹരി ഉപയോഗം ആളുകളിൽ വർദ്ധിക്കുമ്പോ അതുമൂലം സംഭവിക്കുന്നത് ആ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയുടെ നാശം മാത്രമല്ല, അവൻ ജീവിക്കുന്ന കുടുംബത്തിൽ അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളടക്കം, അവന്റെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളടക്കം അപമാനിതരാക്കപ്പെടുകയും സമാധാനം നഷ്ടപ്പെട്ടവരായി തീരുകയും ചെയ്യാണ്. മസ്കൻ എന്നാണ് വീടിന് അറബിയിൽ വിളിക്കുന്ന പേര്. സമാധാനം നൽകുന്ന ഗേഹം എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ എല്ലാ സമാധാനവും നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരു മനുഷ്യൻ, ഒരു യുവാവ്, ഒരു വിദ്യാർത്ഥി, ആണാവട്ടെ പെണ്ണാവട്ടെ, ലഹരിക്ക് പിന്നാലെ പോയാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ. അതൊരു കുടുംബത്തിന്റെ മാത്രം ശോഷണമായിട്ട് അവസാനിക്കുന്നില്ല, അത് സമൂഹത്തിലേക്ക് പടരുകയാണ്. സമൂഹം പോലും അപ്പേരിൽ നാശകരമായ ഒരവസ്ഥയിലേക്ക് വന്നു ഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവതരമാണ് ഈ വിഷയം എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന്
ജൂൺ 26 ഒരു ദിവസം കൊണ്ട് മാത്രം ലഹരി ബോധവൽക്കരണം നടത്തി അവസാനിപ്പിക്കേണ്ട വിഷയമേ അല്ല ഇത്. നിരന്തരമായി നമുക്കിടയിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ മക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ഒക്കെയും ഈ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേ ഇരിക്കണം. എങ്ങനെ അവരെ മാറ്റിയെടുക്കാൻ കഴിയും? ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ കഴിയുക? പ്രായോഗികമായ വശമെന്ത്? കുറെ തീരുമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ആയില്ല, കുറെ നിർദ്ദേശങ്ങൾ വെച്ചത് കൊണ്ട് ആയില്ല, കുറെ പഠനങ്ങൾ സമർപ്പിച്ചത് കൊണ്ടുമായില്ല. അതെങ്ങനെ പ്രയോഗവത്കരിക്കാൻ കഴിയുമെന്നുള്ളിടത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. മക്കൾ, വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ലഹരി മാഫിയകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടങ്ങളിൽ നിന്നാണ് അവർക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നതും. സിന്തറ്റിക്സിന്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഭാവി തലമുറയെ, അവരുടെ പഠനത്തെയും അവരുടെ ഉന്നതിയിലേക്കുള്ള പ്രയാണത്തെയും ഒക്കെ തകർത്ത് കളയുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുമ്പെങ്ങും കേട്ടുപോലുള്ള ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചല്ല നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. MDMA, LSD എന്ന് പേരിൽ അറിയപ്പെടുന്ന മാരകമായ കെമിക്കലുകളാണത്. യഥാർത്ഥത്തിൽ ഒരു പ്രാവശ്യം ആദ്യത്തെ അനുഭവത്തിൽ ആസ്വാദകരമായ അനുഭവം ഉണ്ടാകുമെങ്കിലും പിന്നീട് വളരെ വൈകാതെ തന്നെ അവനെ നശിപ്പിച്ച്, അവന്റെ ആരോഗ്യം നശിപ്പിച്ച്, അവന്റെ സമ്പത്ത് നശിപ്പിച്ച്, ഒക്കെയും താറുമാറായി അവന്റെ ജീവൻ തന്നെ വെടിയേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന മാരകമായ വിഷങ്ങളാണിത്. അപകടകരമായ ഈ അവസ്ഥയിൽ നിന്ന് യുവത്വം രക്ഷപ്പെടേണ്ടതുണ്ട് എന്ന് ഒന്നാമതായി നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. ആ ആഗ്രഹത്തോടൊപ്പം അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൺകുട്ടികൾ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകുന്നത്, പെൺകുട്ടികളുമുണ്ട് എന്നുള്ളത് ഭയാനകരമായ ഒരു വാർത്തയാണ്. പല കേസുകളും പിടിക്കപ്പെടുമ്പോൾ ഒരാണിനൊപ്പം അല്ലെങ്കിൽ രണ്ടാണുങ്ങളോടൊപ്പം ഒരു പെൺകുട്ടിയെയും ഒരു പെണ്ണിനെയും പിടിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ആ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത കാണിക്കണം. നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ ഈ രീതിയിൽ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അവർ മാറിയോ, അവർക്ക് ഈ ദുശീലങ്ങൾ ഉണ്ടോ എന്നൊന്നും പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവരെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലോ അവരെ ശല്യപ്പെടുത്തുന്ന രീതിയിലോ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലോ ഒന്നുമല്ല. അല്ലാതെ തന്നെ അവരെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ ഒന്നാമതായി മാതാപിതാക്കൾ തയ്യാറാവേണ്ടതുണ്ട്. അവരെ ഓരോ നിശ്വാസവും ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മാതാപിതാക്കൾ വരേണ്ടതുണ്ട്. അവരുടെ സ്വഭാവത്തിലെ മാറ്റം, ഒന്നിച്ച് കുടുംബത്തോടൊപ്പം ചേർന്ന് തമാശയും രസവും ഒക്കെ ആയി കഴിയുന്ന ഒരു മകൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അകലുകയാണ്. കഥ പറയാനില്ല, വാപ്പയുമായി ചേർന്ന് നിൽക്കാനില്ല. അവൻ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ അവനെ ശ്രദ്ധിക്കണം. ഒപ്പം അവന്റെ സ്വഭാവത്തിൽ എളിമയും വിനയും ഒക്കെ നഷ്ടപ്പെട്ട് ദേഷ്യത്തിന്റെയും പകയുടെയും വൈരാഗ്യത്തിന്റെയും ഒക്കെ വാശിയുടെയും ഒക്കെ രീതിയിലേക്ക് അവൻ മാറി വരുന്നുണ്ടെങ്കിലും അവനെ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യം അഥവാ ലഹരി അത് തിന്മയുടെ മാതാവാണ്, എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രമാത്രം പ്രസക്തമാണ്. ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന യുവാക്കൾ, വിദ്യാർത്ഥികൾ ആരുമാവട്ടെ, അവൻ ഒന്നാമതായി തുടങ്ങുന്നത് കളവ് പറയാനാണ്. കള്ളത്തരം പറഞ്ഞ് ലഹരി ഉപയോഗിക്കാണ്. വീട്ടുകാരറിയാതെ, നാട്ടുകാരറിയാതെ ലഹരി ഉപയോഗിക്കാൻ അവന് കളവ് പറയേണ്ടി വരും. പിന്നെ അവന് ആവശ്യം പണമാണ്. പണം ശേഖരിക്കാൻ, പണമുണ്ടാക്കാൻ എല്ലാ വഴിയും അവൻ ചേരും. മോഷണം അതിന്റെ ഭാഗമായി തീരും. പിന്നെ ഇത് ഉപയോഗിച്ച് അവന്റെ സ്വഭാവ രീതി തന്നെ മാറിപ്പോവുകയും അവൻ അക്രമിയായിക്കൊണ്ട് മാതാപിതാക്കളെ അടക്കം കൊന്നുകളയുകയും ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഏതാനും വർഷങ്ങൾ മുമ്പ് തിരുവനന്തപുരത്തെ നന്തൻകോട് എന്ന സ്ഥലത്ത് വെച്ച് റിട്ടയേർഡ് പ്രൊഫസറായിരുന്ന പിതാവിനെയും ഡോക്ടറായ മാതാവിനെയും തന്റെ അരുമ സഹോദരിയെയും ഒരു ബന്ധുവിനെയും അടക്കം 4 ആളുകളെ കൊന്ന ഖേദൽ ജോൺസൺ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു യുവാവിന്റെ കഥ. സാത്താൻ സേവ എന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മാരകമായ ലഹരി ഉപയോഗിച്ച് അതിന്റെ അടിമയായി പോയ മകന്റെ ചെയ്തികളായിരുന്നു അത് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തെ തന്നെയാണ് ഇല്ലാതാക്കി കളയുന്നത്. ഒരു പേരക്കുട്ടി സ്വന്തം ഉമ്മാമിയെയും ഉപ്പാപ്പയെയും
കൊന്ന കഥയും നമ്മൾ കേട്ടത് ഈ അടുത്താണല്ലോ. പ്രിയപ്പെട്ടവരെ, ഇല്ലാതായി പോകുന്നത് ഒരു കുടുംബം മുഴുവനാണ്. ഇതിലേക്കൊന്നും പോകാതെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടുന്ന ആളുകൾ, സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും ഒക്കെ തന്നെ നശിച്ച് ഇല്ലാതായി പോകുന്ന ഒരു ദുരന്താവസ്ഥയാണ് ലഹരി മൂലം ഉണ്ടാവുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഓരോരുത്തരും നമ്മുടെ മക്കളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന ഒരു ഗൗരവതരമായ ആലോചന ഉണ്ടാകണം. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ നല്ലവനാണ് എന്ന മുൻവിധി ഒന്നാമതായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവൻ്റെ സ്വഭാവ മാറ്റങ്ങളെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. അതിനപ്പുറം ഒരു സുഹൃത്തിനെ പോലെ ഏറ്റവും പ്രിയപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന രീതിയിൽ തന്നെ മാതാപിതാക്കൾ മക്കളെ ചേർത്ത് പിടിക്കണം. അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കണം. അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. എല്ലാം പറയാൻ എൻ്റെ ഉമ്മയോട് എൻ്റെ ഉപ്പയോട് എല്ലാം പറയാൻ കഴിയുമെന്ന ഒരു ചിന്ത അവരിൽ അങ്കുരിപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ കുറേ കാര്യങ്ങളിൽ ആശ്വാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഗൗരവതരമായ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഇതിനെ കാണേണ്ടത്. മാതാപിതാക്കളായിരിക്കണം അവരുടെ മോഡലുകൾ. മാതാപിതാക്കൾ, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് ഒരിക്കലും തെറ്റിന് കൂട്ടുനിൽക്കുന്ന ആളെ അല്ല, കളവ് പറയുന്നില്ല, സത്യസന്ധനാണ്, നാട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്, വീട്ടിൽ മാതൃകയാണ്. എനിക്ക് അഭിമാനമാണ് എൻ്റെ പിതാവിനെ മാതാവിനെ ഓർത്തുകൊണ്ടെന്ന് അഭിമാനിക്കാൻ ഓരോ മക്കൾക്കും കഴിയുമാറ് മാതാപിതാക്കൾ മാതൃകയായി തീരേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴേ മക്കൾക്ക് ആ രീതിയിലുള്ള ഒരു വികാസം, ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ചോദന ഉണ്ടാവുകയുള്ളൂ. നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറയുന്നു, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ. തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ഖുർആനിലൂടെ നമ്മളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. ആദരിക്കപ്പെട്ട വിഭാഗമാണ് മനുഷ്യ വിഭാഗം. മറ്റേതൊരു ജീവിവർഗത്തെക്കാൾ, ജന്തുവർഗത്തെക്കാൾ, മൃഗങ്ങളെക്കാൾ, പക്ഷികളാദി എല്ലാ ജീവിവർഗത്തെക്കാളും ഒരുപാട് സവിശേഷതകളുള്ള വ്യക്തിത്വമാണ് മനുഷ്യ വിഭാഗം. അവന് ചിന്തിക്കാൻ കഴിയും, ആലോചിക്കാൻ കഴിയും, നല്ലതേതെന്ന് തിരിച്ചറിയാൻ കഴിയും, തെറ്റേതെന്ന് മനസ്സിലാക്കാൻ കഴിയും, നല്ലതിനൊപ്പം നിൽക്കാൻ അവന് കഴിയും, തെറ്റിനെ തട്ടിമാറ്റാൻ അവന് കഴിയും. അത്തരത്തിലുള്ള കഴിവുകൾ അവനുണ്ട്. അവന്റെ പഠനവും അവന്റെ മനനവും അവന്റെ ഗവേഷണവും ഒക്കെ തന്നെ അവനത്തെയും സമൂഹത്തെയും വളർത്താനുതകുന്നതാണ്. അങ്ങനെ ചിന്തിക്കുന്ന പ്രത്യേകതയുള്ള മനുഷ്യനെ കുറിച്ചാണ് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. വലഖദ് കറംനാ ബനി ആദം, തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ. മാത്രമല്ല, കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. ബുദ്ധി നൽകിയിരിക്കുന്നു, ചിന്ത നൽകിയിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്ന് അവർ ഉപജീവനം നൽകുന്നത്, അവർക്ക് ഉപജീവനം വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്നാണ്. നമ്മുടെ മുമ്പിൽ ഭക്ഷണങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് തരം ഭക്ഷണങ്ങളുണ്ട്. നമ്മ ആരോഗ്യത്തെ കാർന്നു തിന്ന ഹറാമായി വിലക്കപ്പെട്ട അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. നല്ല ഭക്ഷണങ്ങളുമുണ്ട്. ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ അവൻ ചിന്തയിലൂടെ അവന്റെ ആരോഗ്യത്തെ ഹനിക്കുന്ന ഭക്ഷണത്തിലേക്ക് പോവുകയില്ല. അവൻ നല്ല ഭക്ഷണമേ കഴിക്കൂ, അവൻ ഹലാലും ത്വയ്യിബുമായ ഭക്ഷണമേ കഴിക്കൂ. അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. മനുഷ്യന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുക. ഇവൻ ചിന്തിച്ച് ആലോചിച്ച് തന്റെ തടി കേടാക്കുന്ന ഭക്ഷണത്തിലേക്ക് പോവാതെ നല്ല ഭക്ഷണം കഴിക്കുന്നവനാണവൻ. അവനെ വാഹനത്തിൽ കയറ്റി പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ അവൻ പ്രയാണം തുടരുകയാണ് എന്നും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സവിശേഷതകൾ എമ്പാടും നൽകപ്പെട്ട മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ബുദ്ധിയെ കാർന്നു തിന്നുന്ന, നമ്മുടെ ചിന്തയെ അപ്പാടെ നശിപ്പിച്ച് കളയുന്ന ഈ ലഹരി ഉപയോഗത്തിൽ നിന്നും
മാറി നിന്നില്ല എങ്കിൽ അത് ഗുരുതരമായ പാപമായി ഇസ്ലാം എണ്ണുകയാണ്. പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, മക്തസബംറു മിസ്ല അഖ്ലിൻ യഹ്ദി സാഹിബഹു ഇലാ ഹുദാ ഔ യറുദ്ദുഹു അൻ റദാ. തന്റെ ഉടമസ്ഥനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതോ അല്ലെങ്കിൽ അവനെ നാശത്തിൽ നിന്ന് തടയുന്നതോ ആയ ബുദ്ധിയേക്കാൾ, ചിന്താശേഷിയേക്കാൾ, ആലോചനയുള്ള മനുഷ്യന്റെ കഴിവിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല തന്നെ, ഒരു സമ്പാദ്യവുമില്ല തന്നെ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ ബുദ്ധിയാണ്, ചിന്താശേഷിയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ പറഞ്ഞു. ശരീഅത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അൽ-ളറൂറിയാത്തുൽ ഖംസ്, അഞ്ച് അനിവാര്യതകളെ കുറിച്ച്. അതിൽ ഒരു അനിവാര്യത ദീൻ സംരക്ഷിക്കലാണ്, മതം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബുദ്ധി, ചിന്താശേഷിയെ സംരക്ഷിക്കണം. ഹഫ്ദുൽ അഖ്ല്, ബുദ്ധിയെ സംരക്ഷിക്കണം. ബുദ്ധിയും ചിന്താശേഷിയും നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന്, അത്തരം തോന്യാസങ്ങളിൽ നിന്ന്, അത്തരം ആഘോഷമായ അവസ്ഥയിൽ നിന്നൊക്കെ മനുഷ്യൻ മാറി നിൽക്കണമെന്നുള്ളത് 5 അനിവാര്യതകളിൽ ഒരു അനിവാര്യതയായി പണ്ഡിതന്മാർ എണ്ണിയിരിക്കുകയാണ്. മറ്റൊന്ന് ജീവൻ സംരക്ഷിക്കലാണ്, മറ്റൊന്ന് അഭിമാനം സംരക്ഷിക്കലാണ്, മറ്റൊന്ന് സമ്പത്ത് സംരക്ഷിക്കലാണ്. അപ്പൊ നമ്മുടെ ബുദ്ധിയെ ഈ രീതിയിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളത് ഗുരുതരമായ പാപമായിട്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ കൽപ്പന നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അവയൊക്കെ വർജിക്കണേ, അവയുടെ അടുത്ത് പോലും പോവരുതേ. അവയെ നുണക്കാൻ, ഒന്ന് രുചിക്കാനുള്ള ശ്രമം നിങ്ങളിൽ ഉണ്ടാവരുത്. ഒരു പ്രാവശ്യത്തെ അനുഭവം മതി. MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി അതിന്റെ അടിമയായി തീരാൻ. ഒരുപാട് നാളുകൾ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കേണ്ടതില്ല. ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കുന്നതോടുകൂടി അതിന്റെ അടിമയായി തീരുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു മുസ്കിരിൻ ഹറാമും. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും അത് തന്നെയാണ് മദ്യമാണ്, അഥവാ മദ്യം അത് ഹറാമാണ്. എന്ന് വെച്ചാൽ എല്ലാ ലഹരിയും അത് ഹറാമാകുന്നു. അതുകൊണ്ട് തന്നെ ലഹരി എന്ന് പറയുമ്പോൾ പലപ്പോഴും പ്രത്യേകിച്ചും ഭൗതിക തലത്തിൽ ആളുകൾ വിശ്വസിക്കുന്നത് അത് മയക്കുമരുന്ന് മാത്രമാണ് എന്നാണ്. എന്നാൽ മദ്യവും അതിൽപ്പെട്ടതാണ് എന്ന് ഖുർആൻ പറയുകയാണ്. അത് നമുക്കറിയാവുന്നതാണ്. സാധാരണക്കാരായ ആളുകൾ ജോലി ചെയ്ത് ചെറിയൊരു പൈസ കിട്ടി അതുമായി വീട്ടിലേക്ക് വരുന്ന ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് വരിക. ആ വീട്ടിലെ അവസ്ഥകൾ നമുക്കറിയാം. ഭാര്യയുമായി മക്കളുമായി പിണങ്ങി വീട്ടിന് ചെലവിന് കൊടുക്കാൻ കഴിയാതെ ജീവിക്കുന്ന എത്രയോ സാധാരണ തൊഴിലാളികളായ ആളുകൾ നമുക്കിടയിലുണ്ട്. മദ്യം അവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. മദ്യത്തിലൂടെയാണ്, വീര്യം കുറഞ്ഞ മദ്യത്തിലൂടെയാണ് വീര്യമുള്ള മദ്യത്തിലേക്കും അതിനേക്കാൾ വീര്യമുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്കും ആളുകൾ ചെന്നെത്തുക എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കൈകളെ നശിപ്പിക്കരുത് എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യണം. വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക. നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിക്കളയരുതേ. നമ്മുടെ പ്രവർത്തന ഫലമായി നമ്മെ തന്നെ നശിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക്, രീതിയിലേക്ക് നമ്മൾ പോകരുത്. സ്വയം നശിക്കാനുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ആരും ഏർപ്പെടുത്തരുത്. വഅഹ്സിനു ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ നല്ലത് മാത്രം പ്രവർത്തിക്കണേ. നന്മ ചെയ്യുന്നവരെയാണ് അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നന്മയിൽ വ്യാപൃതരാവുക, നന്മയോടൊപ്പം ചേർന്ന് നിൽക്കുക. നമ്മുടെ മക്കൾ ഈ രീതിയിൽ പുതിയ കാലത്ത് പുതിയ ഭ്രമത്തിൽ
ലയിച്ചു പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നന്മയോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടാണ്. സ്പോർട്സ് തലങ്ങളിൽ, അങ്ങനെ കായിക തലങ്ങളിലൊക്കെ തന്നെ പ്രോത്സാഹനം നൽകുകയും അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആവശ്യമായ രീതിയിൽ അനുവദിക്കപ്പെട്ട ആ ആനന്ദങ്ങൾ, അനുവദിക്കപ്പെട്ട ആഘോഷങ്ങൾ, അതുമായി അവരെ ചേർത്ത് നിർത്തുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സ്വഭാവശീലത്തിലേക്ക് മാതാപിതാക്കൾ കൂടി വരുന്നുണ്ട്. ലോകത്തിന്റെ ഒരുപാട് ആളുകളുടെ ഒരുപാട് പണമാണ് ഈ പേരിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണമായി പൂജിക്കുന്നത്. ഇതൊരു വലിയ ധൂർത്ത് കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. സ്വന്തം ഇഷ്ടത്തിന്റെ പിന്നാലെ പോവുകയാണ് ആളുകൾ. സ്വന്തം ഇഷ്ടം, സ്വന്തം സുഖം അത് തേടി പോകുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവന്റെ ചുറ്റുമുള്ള എല്ലാം ആണ് എന്ന് നാം തിരിച്ചറിയുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ മേൽനോട്ടക്കാരനാണ്, നമ്മുടെ മേൽനോട്ടക്കാരനാണ് അല്ലാഹു. നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. നമ്മുടെ ചിന്തയും പോരായ്മയും ഒക്കെ തന്നെ, നമ്മുടെ ചിന്തയിലെ പോരായ്മകളൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. നമ്മുടെ ചെയ്തികൾ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. അതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത് പറയുന്നു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊൽ, എല്ലാവരും ഭരണാധികാരികളാണ്. ഓരോരുത്തരും അവരുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒരു വലിയ രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ അധികാരി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അവര് മാത്രമല്ല അധികാരി, എല്ലാവരും. ഒരു വീട്ടിന്റെ അധികാരി ഗൃഹനാഥനാണ്. വീട് കൈകാര്യം ചെയ്യേണ്ടത് ആ വീട്ടിലെ ഭാര്യയാണ്, ഉമ്മയാണ്. മക്കളെ കുറിച്ച് അവരോട് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. മക്കളെ കുറിച്ച്, മക്കളെ എങ്ങനെ വളർത്തി, അവർക്ക് എന്തൊക്കെ നൽകി, അവരെ എങ്ങനെ ശ്രദ്ധിച്ചു എന്നൊക്കെ ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസിക്ക് ഒരിക്കലും ലഹരിയിലേക്ക് വഴിമാറി പോകാൻ കഴിയില്ല. അള്ളാഹു എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്റെ ചെയ്തികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നാളെ ഞാനിതാ മരിച്ചു കഴിഞ്ഞാൽ നാളെ ചെന്നെത്തുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. അവിടുന്ന് മറ്റൊരു കുറുക്ക് വഴിയുമില്ല. വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഓടിപ്പോയി രക്ഷപ്പെടാൻ ഒരു കുറുക്ക് വഴിയുമില്ല. ആ പടച്ചവന്റെ മുമ്പിൽ കൃത്യമായി കണക്കുകൾ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, പ്രവാചകൻ സൂചിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു, യൗമ യഅ്ദുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീലാ. അക്രമം ചെയ്തവൻ തന്റെ കൈകൾ കടിക്കുന്ന ദിവസം വരും. ദുനിയാവിൽ തൻ പോരിമയിൽ, തന്റെ അധികാരത്തിൽ, തന്റെ പ്രൗഢിയിൽ അവൻ അങ്ങനെ ആഹ്ലാദിച്ച് നിൽക്കുമ്പോ അവനെ പിടികൂടുന്ന ഒരു സംഭവം, ഒരു സമയം വരാനിരിക്കുന്നു. അവൻ കൈകൾ കടിക്കുന്ന ഒരു സമയം വരാനിരിക്കുന്നു. അവൻ പറയും, റസൂലിന്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ കഷ്ടമേ, ഇന്ന ആളുകളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അന്ന് ഇവിടെ ലഹരിക്ക് വേണ്ടി സുഹൃത്തുക്കളുമായി ചങ്ങാത്തം കൂടി മോശപ്പെട്ട സുഹൃത്തുക്കളുമായി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ അവിടെ വെച്ച് ഖേദിക്കും, ആ സുഹൃത്തിനെ എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ, അവന് ഞാൻ തട്ടി മാറ്റിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, നമ്മുടെ മക്കളുടെ മാതാപിതാക്കൾ പ്രത്യേകിച്ചും അറിയണം, മക്കളുടെ സുഹൃത്തുക്കൾ ആരാണ്, ചങ്ങാതിമാരാരാണ്. ആ ചങ്ങാതിമാർ നമ്മുടെയും മാതാപിതാക്കളുടെയും ചങ്ങാതിമാരെ പോലെ ചേർത്ത് നിർത്താൻ കഴിയുന്നവരാകണം. അവരെ കുറിച്ചുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടാവണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ ജാഗ്രതയോടെ, വളരെ ഗൗരവതരമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ലഹരി എന്ന് പറയുമ്പോൾ മയക്കുമരുന്ന്, മദ്യം പോലുള്ള മാരക ലഹരി മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കി കളയുന്ന വേറെ ചില ലഹരികൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചില കളികളോടുള്ള പരിധി വിട്ട ആഭിമുഖ്യം. ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്, കളി കാണേണ്ടെന്നോ
കളിക്കാരെ ഇഷ്ടപ്പെടേണ്ടതെന്നോ ഏതെങ്കിലും ടീമിനോട് ചേർന്ന് നിൽക്കേണ്ടതെന്നോ ഒന്നുമല്ല ഈ പറയുന്നത്. അതൊക്കെ ആവണം. മനുഷ്യൻ എന്ന നിലക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിന്തയുള്ള അകലുള്ള മനുഷ്യൻ എന്ന നിലക്ക് അതൊക്കെ ആവുക തന്നെ ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആവേശം പരിധി വിട്ട് രാത്രി പഠന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് സ്കൂളിൽ പോയി കോളേജിൽ പോയി പഠിക്കേണ്ടുന്ന കുട്ടികൾ വരെ, വിദ്യാർത്ഥികൾ വരെ ഉറക്കം വിളിച്ച് ഇത് കാണുമ്പോൾ പിറ്റേ ദിവസത്തെ പഠനം അവതാളത്തിലാകുന്നു. മാത്രമല്ല ചിലരെങ്കിലും നമുക്കറിയാം നിറയെ ഫ്ലക്സുകളാണ്, എത്ര കാശുകളാണ് അതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്ത് കാര്യമാണ് അതുകൊണ്ടുള്ളത്? കളി കാണാം, ആസ്വദിക്കാം, പ്രിയപ്പെട്ട കളിക്കാരുണ്ടാവും, പ്രിയപ്പെട്ട ടീമുണ്ടാവും, ഒക്കെയുമാണ്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൾ വെറുതെ ചെലവഴിച്ച് പൊടിപാറ്റുന്നത് ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ്, ദൂർക്കാണ്. അതും ഒരു ലഹരിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പരിധി വിട്ടുള്ള ആഘോഷങ്ങൾ ഒരു കാര്യത്തിനും ഉണ്ടാവരുത് എന്ന് കൂടി നാം ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെ കാണുന്നവർ രാത്രി ഉറക്കം ഒഴിവാക്കി കാണുന്ന പല ആളുകളും സ്വബഹി നമസ്കാരത്തിന് പള്ളിയിൽ എത്തിച്ചേരുന്നില്ല. കളിയില്ലാത്തപ്പോൾ സ്വബഹി നമസ്കാരത്തിന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരികയോ വീട്ടിൽ നിന്ന് നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതും വളരെ ഗൗരവതരമായ കാര്യമാണ് എന്നുകൂടി ഓർമ്മിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട തുറശ്ശേരിക്കടവിലെ VK അബ്ദുറഹ്മാൻ സാഹിബ്, വടക്കേ കീപ്പടി അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ആയുസ് അധികവും അധ്വാനിക്കാൻ വേണ്ടി പുറത്തും ഗൾഫിലും കേരളത്തിന് പുറത്തൊക്കെ പോയൊരു മനുഷ്യനാണ്. ഒന്നും നേടാൻ കഴിയാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഒന്നും നേടാതിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ചെറിയൊരു സ്ഥലത്തിൽ നിന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരും, മൊത്തത്തിൽ 3 സഹോദരന്മാർ അവിടെ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന തുറശ്ശേരിക്കടവ് സലഫി പള്ളിക്ക് വേണ്ടി ഭൂമി ദാനം ചെയ്തവരാണ്. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളില്ല. അദ്ദേഹം ഒരു സ്വന്തമായൊരു വീട് എടുത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായിട്ടേ ഉള്ളൂ. എന്നിട്ട് പോലും നേരത്തെ തന്നെ 10-15-18 വർഷം മുമ്പേ തന്നെ ആ ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഒരല്പം പള്ളിക്ക് ആവശ്യമുള്ള സ്ഥലം ഇവർ 3 പേരും സദഖത്തുൽ ജാരിയായി ദാനമായി നൽകി. ആ മനുഷ്യൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ പറഞ്ഞ ദാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ മൂത്തൊരു ജ്യേഷ്ഠൻ 1 വർഷം മുമ്പേയും മരണപ്പെട്ടു പോയിരിക്കുന്നു. മറ്റൊരു സഹോദരൻ രോഗശയ്യയിലാണ്, ചികിത്സയിലാണ്. അതുകൊണ്ട് മരിച്ചുപോയ സഹോദരങ്ങൾക്ക് കാരണവാനായ അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനകളിൽ അതുണ്ടാവണം. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകുകയും ചെയ്യുമാറാവട്ടെ. ആ സുഖമില്ലാതെ കിടക്കുന്ന സഹോദരൻ്റെ അസുഖവും പ്രയാസവും ഒക്കെ അള്ളാഹു എളുപ്പം തീർത്തു കൊടുക്കുമാറാവട്ടെ. കാരുണ്യവാനായ റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെയും നീ പൊറുത്തു മാപ്പാക്കി തരണമേ അള്ളാഹ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ, ചെറുതും വലുതുമായ പാപങ്ങൾ, മനസ്സിൽ ഓർത്തു വെച്ചാൽ ചെയ്യാൻ പ്രേരണ ഉണ്ടായിട്ടും ചെയ്യാതെ പോയ പാപങ്ങൾ, ഇവയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. റബ്ബേ, എല്ലാം പുറത്തു തരണ നാഥ, നീ ഇതൊക്കെ പുറത്തു തരണമേ അള്ളാഹ്. ഞങ്ങളുടെ വാക്കുകളെ നീ സംസ്കരിച്ചെടുക്കണമേ അള്ളാഹ്. വാക്കുകളിലെ പോരായ്മകൾ നീ പുറത്തു തരണമേ റഹ്മാനെ. ആളുകളുമായി ഇടപെടുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവത്തോടെ, സവിശേഷമായ സ്വഭാവത്തോടെ ഇടപഴകാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ അള്ളാഹ്. കോപം, ദേഷ്യം, സ്വാർത്ഥത തുടങ്ങിയ ദുശീലങ്ങൾ, തിന്മകൾ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ അള്ളാഹ്. ലോകത്തിൻ്റെ കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. മാറാരോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ, അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ, അപമാനിക്കപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, റബ്ബേ, ഇവയെ തൊട്ടൊക്കെ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ അള്ളാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ബന്ധുമിത്രാദികളിൽ പലരും രോഗികളാണ്, പ്രയാസത്തിലാണ്, ക്ഷീണിതരാണ് റഹ്മാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കുകയും അവരുടെ ക്ഷീണവും പ്രയാസവും നീ നീക്കിക്കൊടുക്കുകയും അവരുടെ രോഗങ്ങൾക്ക് നീ മാറ്റി സുഖം നൽകി ആശ്വാസം നൽകുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും പരലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ് റഹ്മാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണമേ അള്ളാഹ്. അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്ത് അവരെ ശുദ്ധീകരിച്ചവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ അള്ളാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണമേ റഹ്മാനെ. ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നീ
നീ അനുവസരം നൽകണമേ റഹ്മാനെ. എല്ലാ കെടുതികളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ കുടുക്കുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ സംരക്ഷിക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ കടുത്ത പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. അവർക്ക് നീ സംരക്ഷണം ഒരുക്കണമേ അല്ലാ. അവർക്ക് നീ ആത്യന്തിക വിജയം നൽകണമേ അല്ലാ. അവർക്കും ഞങ്ങൾക്കുമൊക്കെ ദുനിയാവിൽ അന്തസ്സോടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.